ഒരാൾ കയറാനുണ്ട്. വണ്ടി വിടല്ലേ, ഒരാൾ ഇറങ്ങാനുണ്ട്. അയ്യോ അടക്കില്ല അടക്കില്ല, തുറക്ക് തുറക്ക്, വേഗം തുറക്ക്, ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞില്ല. ഒരു ലിഫ്റ്റ് വരും അല്ലേ? എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? നമസ്കാരം. നമസ്കാരം. എന്നെ ഓർമ്മയുണ്ടോ? പിന്നില്ലേ, ഞാൻ സാറിനെ അന്വേഷിച്ചില്ല. എന്തിനാ? സാറിന്റെ അച്ഛൻ എനിക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചത്. അതെ സാർ. അതെ സാർ, പാർട്ട് ടൈം ജോലിയാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യാൻ ഒരുക്കാണ്. സാറിന്റെ അച്ഛനെ ഉടനെ എനിക്കൊന്ന് കാണണം. സാറിന്റെ അച്ഛനെ ഉടനെ എനിക്കൊന്ന് കാണണം. അയ്യോ സാർ, എന്ത് പറ്റി സാർ? എന്ത് പറ്റി? അതെ, എന്റെ ഈ വേഷം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ? നന്നായിരിക്കുന്നു സാർ. കഴിഞ്ഞ ആഴ്ച റോഡ് അപകടത്തിൽ എന്റെ അച്ഛൻ മരിച്ചുപോയി. എന്നെ തനിച്ചാക്കിയിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. അച്ഛാ, സാരമില്ല. സാർ ഇപ്പൊ എവിടെ പോകുന്നു? എനിക്കൊരു മരണ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതിനെന്തിനാ നടന്നു പോകുന്നു? എന്റെ ക്ലച്ച് പോയി. അല്ല, എന്റെ കാറിന്റെ ക്ലച്ച് പോയി. തന്നെയല്ല, ഈ ജനന മരണ രജിസ്റ്റർ ഓഫീസിലേക്ക് കാർ കയറൂല. അതെന്താ? അതൊരു ഇടവഴിയിലാണ്. ഞാനിങ്ങനെ നടന്നു പോകുന്ന എന്റെ അച്ഛൻ കണ്ടിരുന്നെങ്കിൽ എന്നെ തല്ലിക്കൊണ്ടുപോയിരുന്നു. ബസ്സിൽ കയറുമ്പോ പേഴ്സൊക്കെ സൂക്ഷിക്കണം. സാരമില്ല, അദ്ദേഹം ജീവിച്ചിരിപ്പില്ലോ, ഭാഗ്യം. ആശാമെത്തി വന്നിട്ടുണ്ടോ? അകത്തുണ്ട്. കണ്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ ചെന്ന് പൊങ്ങച്ചം പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു. നീ കണ്ടോ, ഇനി അവള് നിന്നെ എവിടെ വെച്ച് കണ്ടാലും ജോലിക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്യും. ആ പേഴ്സ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പോയതാണ് മനുഷ്യൻ പാരയായത്. എടാ 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 ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തിരിച്ചു കൊടുത്തതിന് കർത്താവ് നിനക്ക് നൽകിയ ശിക്ഷയാണിത്. മാറ്റടക്കാലം, കട്ട പണം തിരിച്ചു കൊടുത്തത് നല്ല കാര്യമല്ലേ? കള്ളനായ നീ എന്തിനാണ് വെറുതെ കർത്താവിനെ കൂട്ടുപിടിക്കുന്നത്? എന്താ 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 കൂട്ടുപിടിച്ചാൽ എന്താ? എടാ, നിനക്കറിയാമോ, കർത്താവ് കുരിശി കിടന്ന് മരിക്കാൻ നേരത്ത് അവസാനം ഇടത്തും വലതും കുരിശി കിടക്കാൻ കള്ളന്മാരെ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പുള്ളിക്കാരൻ ക്ഷമിച്ചോളും. കൂട്ടുകിടന്നത് കള്ളന്മാരല്ലേ, പോക്കറ്റ് അടിക്കാരല്ലോ. നിന്നോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ ഇത്തിരി കിടന്നോന്ന് ഇറങ്ങട്ടെ. ഇന്ന് രാത്രിയെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാ. തല എന്താ മോളെ? എനിക്ക് ജോലി കിട്ടി. എന്റെ ഈശോയെ, നേരാണോ മോളെ? അതേന്നെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹോസ്പിറ്റലിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം. അവളവിടുത്തെ ഡോക്ടറാ. റിസപ്ഷനിൽ എനിക്കൊരു ജോലി ശരിയാക്കി തന്നു. നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം മോളെ. മാതുണ്ണി, എന്താ രാത്രി എന്താടാ കഴിക്കാൻ? കഞ്ഞി. നിന്റെ പേരല്ല ചോദിച്ചത്. കഞ്ഞിയാടാ, കഞ്ഞി. എന്നാ എനിക്ക് വേണ്ട. ഞാൻ പുറത്തുനിന്നല്ല ചപ്പാത്തിയും ചിക്കനും വാങ്ങി കഴിച്ചോളാം. എന്നാ 2 പാർസൽ എനിക്കും പൊതിഞ്ഞു മേടിച്ചോടാ. ഓ, ഇപ്പൊ കൊണ്ടുവരാം. നീ ഉറങ്ങരുത് കേട്ടാ. പഠിച്ചു പഠിച്ച് താഴോട്ടല്ലേ? ഇത്രയും നാള് ക്ലാസ് കയറാൻ നടന്നിരുന്നതിന്റെ കാണുന്നുണ്ട്. എന്നിട്ട് എത്രയാ? 64. പിന്നെ ഇവിടെ എങ്ങനെയാ 3 വന്നത്? മാറ്റി എഴുത്. 64. മാതുണ്ണി, എന്താ മാതുണ്ണി, എടാ ആകെ കുഴഞ്ഞടാ. എന്താ പാർസൽ കിട്ടിയില്ലേ? പാർസലല്ല, നിന്റെ തല. എടാ, മറിയിച്ചെടുത്ത വീട്ടിൽ മറ്റവള്. നീ ബസ്സിൽ വെച്ച് പേഴ്സ് അടിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോയി കൊടുത്തില്ലേ, മായാദേവി? അവളത് അവിടെ. എവിടെ? മറിയിച്ചെടുത്ത വീട്ടില്. നീ ചെന്ന് നോക്കണ. ഇപ്പൊ ശരിയായില്ലേ? ഇനി അതിനെ 5 കൊണ്ട് ഹരിക്കണം. ഇപ്പൊ വിശ്വാസായ? ഇവളാരാ ട്യൂഷൻ ടീച്ചറോ? ഇനി മറിയച്ചേടത്തേക്ക്. മറിയച്ചേടത്തേക്ക് എന്തിനാ ട്യൂഷൻ? അതല്ലടാ, ഇവള് മറിയച്ചേടത്തെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും. മായാദേവി എങ്ങനെ മറിയച്ചേടത്തിയുടെ ബന്ധുവായി വരുന്നത്? ഇവള് കണ്ടാ നമ്മുടെ സകല കള്ളിയും പുറത്താവും. ഇവളെ പേടിച്ചിനി പുറത്തിറങ്ങാനും പറ്റില്ല. നന്നായി പോയി, നിനക്കിത് തന്നെ കിട്ടണം.
ബസ്സിൽ വെച്ച് പേഴ്സ് അടിച്ചവനെ അവൾക്ക് നല്ല ഓർമ്മയുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ കാര്യവും പോക്ക. നീ വിഷമിക്കേണ്ടതാ. നിനക്കുള്ള കഞ്ഞി ഞാനും കൂടെ കുടിക്കാം. നീ പാർസൽ കൊണ്ടുവരുമെന്ന് വിചാരിച്ച് ഞാൻ കഞ്ഞി ആടിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയടാ. കയ്യും പോയി കഞ്ഞിയും പോയി. വെരി ഗുഡ്. ഇനി നമുക്കിത് വായിക്കാം. ഇനി മതി ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നു. എന്ന് പോയി കിടന്നോ. നാളെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം കേട്ടോ. ദേ ഇതൂടെ കൊണ്ടുപോയിക്കോ. അല്ല, ഊണ് കഴിക്കണ്ടേ? ഇന്ന് ചിക്കനാ. മുട്ടിയിടാതെ നിന്നിരുന്ന കോഴീനെ ഞാൻ അങ്ങോട്ട് പിടിച്ചു വന്നു. ഇതെന്താ നാളത്തേക്ക് മാറ്റി ഏയ് വെക്കാം? അല്ല, നമ്മുടെ മുമ്പിൽ താമസിക്കുന്ന പിള്ളേരില്ല, അവർക്ക് കൊടുക്കാനാ. ആ, ഞാൻ ഇവിടെ എന്ത് നല്ല സാധനം ഉണ്ടാക്കിയാലും കുറച്ച് അവന്മാർക്ക് കൊടുക്കും. പാവങ്ങളാ, വളരെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. ആ ഗോപി എന്ന് പറയുന്നവൻ ചിക്കന്റെ കൊതിയനാ. മോനെ കിട്ടു, അവൻ കിടന്നു. അവൻ കിടന്നാ? ആ. എന്നാ നമുക്കിത് കൊണ്ടുപോയി കൊടുക്കാം മോളെ. ഓ, ഈ വിശന്ന ഉറക്കം വരില്ല എന്ന് പറയുന്നത് നേരാ. എടാ മാത്തു, എന്താ കഞ്ഞി ഉണ്ടാക്കടാ. അടങ്ങി കിടന്നോണം. ദിവസവും കഞ്ഞിയും ചോറും ഉണ്ടാക്കി തരാൻ ഞാൻ നിന്റെ ഭാര്യയാണോടാ? ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ മുതൽ കഞ്ഞിയും ചോറും നീ തന്നെ ഉണ്ടാക്കിക്കൊള്ളണം. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടില്ലടാ. പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറഞ്ഞിട്ടുള്ളത് പോക്കറ്റ് അടിയാണ്. ഞാനത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. പോക്കറ്റടിക്കാരൻ കഞ്ഞിയും കൂടെ വെച്ചാൽ എന്താ? എന്നെ കൊലപാതകയാക്കല്ലേ, കൊലപാതകയാക്കല്ലേ. ദേ, 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 ആ വാതിൽ ആരോ കിടന്ന് തട്ടുന്നൊന്ന് പോയി നോക്കിയാരാന്ന്. എന്നെ കൊണ്ട് പോയാ ആരാത്? അയ്യോ, കർത്താവേ ചതിച്ചു. എടാ ഗോപി, ആ. മറിയച്ചേർത്തിയും കൂടെ ആ പെണ്ണും വന്നിട്ടുണ്ടടാ. ഏത് പെണ്ണ്? മായ. ഇവന്മാരിത് എവിടെ പോയി? ഒരുത്തരെയും കാണുന്നില്ലല്ലോ. എന്താണത്? ഹെൽമെറ്റാ? വെള്ളം കോരി വെച്ചാൽ മുഴുവൻ ചോർന്നു പോവുകയായി. ഇതിനെവിടെയോ ഒരു ദ്വാരമുണ്ട്, അത് എവിടാന്ന് കണ്ടുപിടിക്കുക. എടാ, ദ്വാരൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. നീ ഹെൽമെറ്റ് എടുത്ത തലേന്ന്. അയ്യോ, അത് പറ്റില്ല. ദ്വാരം എവിടാന്ന് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം, അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. എടാ, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. അയ്യോ വേണ്ട ചേർത്തി, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച രാത്രി ആരെയും പരിചയപ്പെടാൻ പാടില്ല. പോയിട്ട് നാളെ വാ, നാളെ പരിചയപ്പെടാം. പോ, പോ, പോ. ഇന്നൊരു വെള്ളിയാഴ്ച. എടാ, ഈ കുണ്ടൊന്ന് തലേന്ന് എടുത്തടാ. എടാ, എന്തിനാടാ ഈ ഗോസ്റ്റൊക്കെ കാണിക്കണേ? ഗോപിനാഥ സാറോ? സാർ ഇവിടെയാണോ താമസിക്കുന്നത്? ഇതാരും മായാദേവിയോ? എന്താ ഇവിടെ? അല്ല, വലിയ ബിസിനസ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അച്ഛൻ മരിച്ചതോടുകൂടി ബിസിനസ് എല്ലാം തകർന്നു. അവസാനം ഈ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു. അച്ഛൻ മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ബിസിനസ്സും തകർന്നു പോയോ? അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ചയോ? ഇവന്റെ അച്ഛൻ 10 കൊല്ലത്തിന് മുമ്പ് ചത്തതല്ലേ? ഏ? ആ. അയ്യോ, അത് വകയിലൊരച്ഛൻ. ഇവർക്കത് അറിയില്ല. ഓഹോ, എല്ലാം കള്ളത്തരമായിരുന്നല്ലേ? അന്ന് അച്ഛന്റെ വേഷം കെട്ടി വന്നത് നിങ്ങൾ തന്നെ? എന്തിനായിരുന്നു ഈ കള്ളത്തരമൊക്കെ? അത് വഴി കിടന്നു കിട്ടിയ ഒരു പേഴ്സ് തിരിച്ചു തന്നത് ഇപ്പൊ വലിയ കുറ്റമായോ? ഓർഫനേജിന് വലിയൊരു സംഭാവനയും കിട്ടിയില്ലേ? പിന്നെന്താ? അതൊക്കെ ശരിയാ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നാ ചോദിച്ചേ. ജീവിതത്തിൽ ഇങ്ങനെ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. ഞാൻ വേഷം കെട്ടിയതുകൊണ്ട് മായാദേവിക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല മറിയ ചേട്ടത്തി. അതിരിക്കട്ടെ, മാത്തുണ്ണി എവിടെ? ഉറങ്ങി. ഞാൻ ദേ പുറത്തേക്ക് പോയി. വാടവിടെ. ഞാൻ ദേ വരെയല്ലേ. വാ. നീ എന്താ അകത്ത് ഒളിച്ചിരിക്കുന്ന? അന്ന് പേഴ്സ് അടിച്ചെടുത്ത കള്ളൻ. എന്റെ പൊന്നു പെങ്ങളെ, അന്ന് ബസ്സിൽ വെച്ച് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ അടിച്ചെടുത്ത പേഴ്സ് എന്റെ കൊടുത്തു വിട്ടല്ലോ. കിട്ടിയില്ലേ? നീ കൊടുത്തില്ലല്ലേ? ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് തന്നില്ലേ? ആ, കൊല്ലും ഞാൻ.